2 ദിവസം മുമ്പ് ഞാൻ ഈ മസ്താങ്ക് ഒന്ന് കഴുകിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഇത് ഓണായിട്ടില്ല. ആ കഥയൊക്കെ പറയാം. ഏതായാലും ഇന്ന് ഞാൻ ബേസ്മെൻ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബേസ്മെൻറ്റ്. ഞങ്ങളുടെ വീടൊരു 3 ബെഡ്റൂം 3 വാഷ്റൂം വരുന്നൊരു കുഞ്ഞു വീടാണ്. സോ നമ്മൾ പാർട്ടീസോ ഏതെങ്കിലും ഗെറ്റ് ടുഗെദറൊക്കെ വരുമ്പോൾ നമ്മൾ ബേസ്മെൻറ്റിലാണ് നടത്താറ്. അതുകൂടാതെ ബേസ്മെൻറ്റിൽ ഒരു കൊട്ട കണക്കിന് സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ ഇന്ന് ബേസ്മെൻറ്റ് ക്ലീനിങ് ഡേ ആണ്. ഈ വരുന്ന വീക്കെൻഡ് വീട്ടിൽ വെച്ചിട്ട് ഒരു ഓണ പാർട്ടി ഉണ്ട്. അതും ഒരു 10-25 പേരുണ്ടാവും. അപ്പം അത്രയും സ്പേസ് നമുക്ക് ബേസ്മെൻറ്റിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഓണക്കോടിയും വന്നു. ജിലുവിൻ്റെ അച്ചാച്ചൻ്റെ മാത്രമേ വന്നുള്ളൂ കേട്ടോ. എൻ്റെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. പിന്നെ എനിക്കിന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓഫർ അക്സെപ്റ്റഡായി. ഒരു വീട് വിറ്റതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഡിന്നർ ഇന്ന് ജിലുവിനെ വെളിയിൽ നിന്ന് മേടിച്ചു കൊടുത്തു. ഇന്ന് ഒരുപാട് പണി ചെയ്തായിരുന്നല്ലോ. ഏതായാലും മസ്താങ്കിന് എന്ത് പറ്റി എന്ന് പറയാം. കഴിഞ്ഞ ദിവസം മസ്താങ്ക് നന്നായിട്ട് അഴുക്ക് പിടിച്ച് കിടന്നു. അപ്പം ഞാൻ കരുതി ഒന്ന് പ്രഷർ വാഷ് ചെയ്ത് കഴുകാമെന്ന്. അങ്ങനെ പ്രഷർ വാഷ് ചെയ്ത് വെളിയിലൊക്കെ കഴുകിയപ്പം എൻജിൻ റൂമിൽ കുറച്ച് പൊടിയും കണ്ടു. അവിടെ ഇച്ചിരി ഒന്ന് വെള്ളം അടിച്ചു കൊടുത്തതാണ്. ബാറ്ററിയിലേക്ക് വെള്ളം കയറി. ഏതായാലും ജിതിൻ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. ഇങ്ങനെ മസ്താങ്കിനോ നമ്മുടെ വണ്ടിക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവനാണ് വന്ന് ഹെൽപ്പ് ചെയ്യാറ്. ഏതായാലും ജിതിൻ വച്ചിട്ട് പോയ കുറച്ച് ബോൾട്ടൊക്കെ ഞാൻ എടുത്തിട്ടു. എൻ്റെ ജിലു മോള് വന്ന് എൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അവൾ ഇവിടുത്തെ മദവന്മാരെ പോലെയാണ്. ഇവിടെ വന്ന് പലരെയും കണ്ടുപിടിച്ചിട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ നെയ്ബേഴ്സ് ഇങ്ങനെ വെളിയിൽ ഇരിക്കാറുണ്ട് വെയിൽ വരുമ്പോഴേ. അതേപോലെ അവളുടെ ചെയറും കൊണ്ട് ഇങ്ങനെ വെളിയിൽ വന്നിരുന്നു. എന്നിട്ട് ഞാനൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വന്നു. കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയാം. ഒന്ന് ഡ്രൈവ് ചെയ്ത് എല്ലാം ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ചുറ്റും ഒന്ന് ഓടിച്ചിട്ട് വന്നു. ഓക്കെയാണ്. അതിനുശേഷം ഗാർബേജ് എടുത്ത് വെളിയിൽ വെച്ചു. നാളെ രാവിലെ ഗാർബേജ് ഡേ ആണ്. നേരത്തെ എണ്ണിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇന്ന് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് നല്ല പോലെ പണിയെടുത്തായിരുന്നു. ഇനി നാളെയും ഇതിൻ്റെ ബാക്കി ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം ഇനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.